2-3 ദിവസമൊക്കെ ലീവ് കിട്ടുമ്പോൾ എല്ലാവരും ഏതെങ്കിലുമൊക്കെ റിസോർട്ട് പ്ലാൻ ചെയ്യും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകും. ഞങ്ങൾ സാധാരണ ഒരു 3-4 ദിവസമൊക്കെ ലീവ് കിട്ടുമ്പോൾ ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുക. ഞങ്ങളുടെ നാട് ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. ഞങ്ങളുടെ നാട്ടിലുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. പണ്ടത്തെ പാറമടകളൊക്കെ വെള്ളം നിറഞ്ഞ് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഞങ്ങളുടെ നാട്ടിൽ. ഞങ്ങൾക്ക് പലപ്പോഴും മിസ് ചെയ്യും. പിന്നെ ഞങ്ങളുടെ പള്ളി മാമ്പ്ര സെൻറ്റ് ജോസഫ് ചർച്ച്. അപ്പം ഞങ്ങൾ മിക്കവാറും പള്ളിയിൽ ഞങ്ങൾ പോകും. മാതാവിനോടും സെബസ്ത്യാനോസ് പുണ്യാളനോടൊക്കെ നമ്മുടെ സങ്കടങ്ങളും പരിഭവങ്ങളും എല്ലാം പറഞ്ഞ് സമാധാനമായിട്ട് പ്രാർത്ഥിച്ച് പോരും. അത് കഴിയുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു എനർജിയാണ്. പ്രാർത്ഥിച്ച് കുർബാനയിലൊക്കെ കൂടി തിരിച്ചു പോരുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസാണ്. നമ്മുടെ അന്നത്തെ ദിവസം പിന്നെ ഫുൾ സാറ്റിസ്ഫൈഡായി ചെയ്യുന്ന കാര്യത്തിലൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഇത് ഞങ്ങളുടെ മാമ്പ്ര സെൻറ്റ് ജോസഫ് ചർച്ചാണ്. ഒത്തിരി ഫാമിലീസൊക്കെ ഉള്ളൊരു വലിയൊരു ഇടവകയാണ്. ഞങ്ങൾ അവിടെ പള്ളിയുടെ മുമ്പിലുള്ള കപ്പേളയ്ക്ക് തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് പിന്നെ പരിചയമുള്ള ആളുകളെയൊക്കെ കാണും. അവരോടും ഞങ്ങളൊക്കെ സംസാരിക്കും. മഠത്തിലുള്ള സിസ്റ്ററാണ്. പിന്നെ അവിടെയുള്ള ആളുകളോടൊക്കെ കുശലാന്വേഷണമൊക്കെ നടത്തി സെമിത്തേരിയിലൊക്കെ ഒന്ന് പോയി. നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും ആളുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് നേരെ ഞങ്ങളൊരു അടുത്തുള്ള ചായക്കടയിലേക്ക് പോകും. അപ്പോൾ അവിടെ ഇരുന്ന് മനോരമ അല്ലെങ്കിൽ മലയാള പത്രം കുറേ നാളുകൾക്ക് ശേഷം വായിക്കുന്നത് അവിടെ ചെല്ലുമ്പോഴായിരിക്കും. പത്രമൊക്കെ വായിച്ച് അവിടെയുള്ള ചേട്ടന്മാരോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. അന്നത്തെ ദിവസം ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ ഈ പ്രാവശ്യം പോയിപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു ചെമ്പകമാണ്. ചെമ്പകം മിക്കപ്പോഴും അതിൽ പൂവുണ്ടാവും. അങ്ങനെ നാട്ടിലുള്ള കാര്യങ്ങളും ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ ഒന്നാണ് വീട്ടിലുള്ള ചക്ക ഉണ്ടാവുന്നതും പിന്നെ പേരയ്ക്ക വീട്ടിലുണ്ടാവണം. അതായത് 2-3 മാസമൊക്കെ കൂടി നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ നട്ടുപിടിപ്പിച്ച സാധനങ്ങളിലൊക്കെ ഓരോ ഫലങ്ങൾ കാണുമ്പോൾ ഉള്ള ഒരു പ്രത്യേക ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എല്ലാവർക്കും അങ്ങനെയാണോന്ന് അറിയില്ല. പേരയ്ക്കൊക്കെ ഇവിടെ കിളി കൊത്തി ഇരിക്കുവാണ്. തൊട്ടടുത്തൊരു കടയുണ്ട്, സെൻറ്റ് സേവിയർ സ്കൂളിൻ്റെ അടുത്ത്. അവിടെ മിക്ക സാധനങ്ങളും നമ്മുടെ ടേസ്റ്റിൽ നല്ല ടേസ്റ്റാണ്. അവിടുത്തെ ചായയും എല്ലാം ആ കടക്കാരൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് നല്ല പരിചയമാണ്. ഞങ്ങളൊക്കെ അവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രധാന ഇഷ്ട വിഭവം അവിടെ ചെല്ലുമ്പോൾ പുട്ടും കടലയാണ്. അവിടെ കസേരകളും ഡെസ്കും ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്കിഷ്ടം എപ്പോഴും ബെഞ്ചും ഡെസ്കുമ്പോൾ തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് അവിടുത്തെ പുട്ടും കടലയും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. അവിടുത്തെ എല്ലാ സാധനങ്ങൾക്കും നല്ല ടേസ്റ്റാണ്. നാട്ടിലുള്ളവർക്ക് അറിയാം. പിന്നെ ചില്ലുംകൂട്ടിലിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ കേരള നാട്ടിലില്ലാത്തവർക്ക് അതെല്ലാം ഭയങ്കര ഒരു ഫീലിംഗ് ആണെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ ഞങ്ങൾ ഒരാൾ കടലക്കറി പറയുമ്പോൾ ഒരാൾ മുട്ടക്കറി പറയും. ഞങ്ങളത് ഷെയർ ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ പപ്പടവും തരും. ഇതാണ് ആ കടയിലെ ചേട്ടൻ. വളരെ സ്നേഹത്തോടെ നമ്മളോട് പെരുമാറുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും വിശേഷങ്ങളും നിങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് ആ സന്തോഷം പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.